ഈശോമിശിഹായി സ്തുതിയുണ്ടായിരിക്കട്ടെ. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കുരിശിൻ്റെ വഴിയെക്കുറിച്ചാണ്. ഈ കുരിശിൻ്റെ വഴി എപ്പോഴാണ് ആരംഭിച്ചത്, ആരാണ് ഇത് തുടങ്ങി വെച്ചത് നമുക്കറിയില്ല. എന്നാൽ ക്രിസ്തീയ ചരിത്ര താളുകൾ നോക്കുമ്പോൾ 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ വിശ്വാസികൾ ഇത് ആചരിച്ചിരുന്നതായി കാണാം. തുടർന്ന് 14-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ്കൻ സന്യാസികളാണ് ഈ കുരിശിൻ്റെ വഴി കൂടുതൽ അവർ ആചരിച്ചു തുടങ്ങി. അവർ അതിനുവേണ്ടി 14 സ്ഥലങ്ങൾ ഇതിന് സ്ഥാപിച്ചു. ഇത് നൂറുകണക്കിന് സ്ഥലങ്ങൾ ഈ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴിയിലുണ്ട്. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാനും അത് ആചരിക്കാനും എളുപ്പത്തിനായിട്ട് അവർ 14 സ്ഥലങ്ങൾ അവർ സ്ഥാപിച്ചു. എന്നാൽ ആരാണ് ഇത് യഥാർത്ഥത്തിൽ ഈ കുരിശിൻ്റെ വഴി ആദ്യം നടത്തിയത്? അത് ആരുമല്ല, യേശുവിൻ്റെ അമ്മ മറിയം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ അറിയാം യേശുവിൻ്റെ അമ്മ മറിയമാണ് ഇത് നടത്തിയെന്നുള്ളത്? അപ്പോൾ വിശുദ്ധയായ ആൻ കാതറിൻ എംറിച്ച് എന്നുള്ളൊരു വിശുദ്ധയ്ക്കാണ് യേശു ഇത് വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ ഈ വിശുദ്ധ എഴുതിയ 2 ബുക്സ് ഉണ്ട്. യേശുവിൻ്റെ പീഡാനുഭവം എന്ന ബുക്ക്, അത് 2ാമത്തെ ബുക്കിലാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച രാത്രി 11 മണിയായപ്പോൾ മറിയം വീടിന് പുറത്തിറങ്ങി. അപ്പോൾ ഈ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ അന്ത്യത്താഴം കഴിഞ്ഞ് അവിടെ ആ വീട് തന്നെയാണ്. ആ വീട്ടിലൊരു റൂമിൽ തന്നെയാണ് മറിയവും മറ്റുള്ള സ്കൂളിലുള്ള സ്ത്രീകളും താമസിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉറക്കമാണ്. ഈ സമയമായപ്പോൾ മറിയം എണീച്ചു, പുറത്തിറങ്ങി നേരെ നടന്നു പോകുന്നത് ഹോറോദസിൻ്റെ കൊട്ടാരത്തിലേക്കാണ്. അപ്പോൾ ഹോറോസിൻ്റെ കൊട്ടാരത്തിൽ പോയത് എന്തുകൊണ്ടാണ്? മറിയം പിലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ അടുത്താണ്, അവിടെ പോയില്ല. ഹോറോസിൻ്റെ കൊട്ടാരത്തിൽ നിന്നും ഇതിനിടയ്ക്ക് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ തിരിച്ച് പിന്നെയും വന്ന് പോവുകയാണെങ്കിൽ പിന്നെയും ദൂരെ കൂടുതൽ നടക്കേണ്ടി വരും. അത് രാത്രി സമയമാണ്, കൂടുതൽ സമയമാവും. അപ്പോൾ അതുകൊണ്ട് ഈ മറിയം എന്ത് പറയുന്നു, 4 ഹോറോസിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകും. ആ അങ്കണത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ വിചാരണ നടത്തിയ സ്ഥലത്ത് അവിടെ എത്തി. അവിടെ നിന്ന് അതിനെക്കുറിച്ചെല്ലാം ധ്യാനിച്ച് യേശു നിന്ന സ്ഥലത്ത് നിന്ന് കുമ്പിട്ട് ആരാധിച്ച ശേഷം പതുക്കെ അവിടെ നടന്നു. അത് കഴിഞ്ഞ് വരുന്നത് പീലാത്തോസിൻ്റെ കൊട്ടാരത്തിനാണ്. അവിടെ യേശുവിനെ മുൾമുടി ധരിച്ചതും ചാട്ടവാറ് കൊണ്ട് അടിച്ചതും എല്ലാ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാം ആരാധിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് നേരെ വരുന്നത് പീലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഗോകുൽത്ത വരെ, യേശുവിനെ കുരിശിൽ തറച്ച ഗോകുൽത്ത വരെ, അതുവഴിയാണ് മറിയം നടക്കുന്നത്. ഈ നടക്കുന്ന വഴിയിൽ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഹൃദയത്തിൽ ഏറ്റുകൊണ്ടാണ് മറിയം യേശുവിൻ്റെ കൂടെ കുരിശിൻ്റെ വഴി നടന്നത്. അപ്പോൾ ആൾക്കാർ കല്ലെറിയുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ട്, മലിനജലം ഒഴിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്, പിന്നെ അട്ടഹസിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. മറിയം ഇതെല്ലാം സഹിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പം ഇതെല്ലാം ഓരോ സ്ഥലങ്ങളാണ്. നമ്മൾ ഈ 14 സ്ഥലമല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ മറിയത്തിൽ ഉദ്ദേശിച്ചത് ഈ യേശുവിന് സംഭവിച്ച ഓരോ പീഡാനുഭവങ്ങളും, ഓരോ അടികളും, ഓരോ കാര്യങ്ങളും എല്ലാം തന്നെ മറിയത്തെ സംബന്ധിച്ച് ഓരോ സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളെല്ലാം വളരെ സാവധാനം മുമ്പിട്ട് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് അവസാനം എത്തുന്നത് യേശുവിൻ്റെ ഗോകുൽത്തായിലെ ആ ക്രൂശമരണത്തിൻ്റെ ക്രൂശിൻ്റെ കീഴിൽ അവിടെയായിരുന്നു എത്തുന്നത്. അവിടെ എത്തി എന്തുവാണ് യേശുവിന് അതിനെ സംബന്ധിച്ച്, മറിയത്തിനെ സംബന്ധിച്ച് എന്തുവാണ് ആ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാണ്, സ്ഥലം എന്തുവാണ്? യേശുവിൻ്റെ കൈകളിലും കാലുകളിലും അടിക്കുന്ന ഓരോ അടികളും ഓരോ സ്ഥലങ്ങളാണ്. അത് എന്തുമാത്രം വേദനകളാണ് ആ മറിയത്തിനുണ്ടാക്കിയത് നമുക്ക് സങ്കല്പിക്കാൻ കൂടെ പറ്റത്തില്ല. അത് കഴിഞ്ഞ് ആ ക്രൂശിൻ്റെ ചുവട്ടിൽ 3 മണിക്കൂറോളം മറിയം ഉണ്ടായിരുന്നു. ആ 3 മണിക്കൂർ യേശുവിനോടൊപ്പം തന്നെ മറിയവും വേദന സഹിച്ചു. ശരീരത്തിൽ സഹിച്ചില്ല, പക്ഷെ ഹൃദയത്തിലായിരുന്നു ആ വേദന. ആത്മാവിലും ഹൃദയത്തിലും ആ മറിയം, ആ അമ്മ നമുക്ക് വേണ്ടി ആ വേദന സഹിച്ചു. അത് എത്രമാത്രം സ്ഥലങ്ങളാണെന്ന് നമുക്കറിയുന്നത്. അത് കണക്ക് കൂട്ടിയപ്പോൾ ആ അമ്മ നമുക്ക് വേണ്ടി മാതൃകയായിട്ട് ഈ കുരിശിൻ്റെ വഴി നമ്മൾ നടത്തി. അപ്പം നമ്മളത് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ആചരിക്കേണ്ടത്. പലരും തന്നെ ഇത് ഒരു നേരം പോക്കായിട്ടോ ഒരു കാര്യമില്ലാത്തതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് നമുക്ക് ദൈവം തന്ന ഒരു വലിയൊരു സമ്മാനമാണ് കുരിശിൻ്റെ വഴി. അത് മാതൃകയായിട്ട് നമ്മൾ പിൻചെല്ലണം. അപ്പോൾ ഈ നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി നമ്മൾ ഈ കുരിശിൻ്റെ വഴി ചെല്ലണം. ഇത് മറിയം തുടങ്ങി വെച്ചത് ഇത് ഒരു പ്രത്യേക ജ്ഞാനം, ദൈവത്തിൻ്റെ ഒരു അറിയിപ്പ്, പ്രത്യേക ജ്ഞാനം കൊണ്ടാണ് മറിയം ഇത് ചെയ്തത്.
അത് ലോകം അവസാനം വരെയും ഈ കുരിശിൻ്റെ വഴി നടക്കുക. അപ്പോൾ ഈ മറിയം ഈ കുരിശിൻ്റെ വഴി മറിയത്തിൻ്റെ ഈ കുരിശിൻ്റെ വഴി കഴിഞ്ഞ ശേഷം ശിഷ്യന്മാർ എല്ലാവരും ഒന്നിച്ചു കൂടി. അവർ യേശുവിൻ്റെ കുരിശ് എന്ന സമയത്ത് അവരെല്ലാവരും ഓടിപ്പോയതാണ്. അപ്പോൾ ഒന്നിച്ചു കൂടി ഇവരാദ്യം പോയത് ഒലിവ് തോട്ടത്തിലെ ഗെത്സമനിയിലായിരുന്നു. യേശു രക്തം ചിന്തിയ സ്ഥലത്ത് അവിടെ അവർ ചെന്നു. അവർ ചെന്ന് ആ യേശു രക്തം ചിന്തിയ സ്ഥലത്ത് അവരെല്ലാവരും ചെന്ന് പ്രാർത്ഥിക്കുകയും അത് കാണുകയും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കൂടെ വിടാൻ സമയത്ത് ഉണ്ടായിരുന്ന ഈ യോഹന്നാനുണ്ടായിരുന്നു. യോഹന്നാനാണ് ഈ മറ്റുള്ള ശിഷ്യന്മാരോട് എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നത്. യേശുവിൻ്റെ ഓരോ കാര്യങ്ങളും വീഴാൻ സമയത്ത് എന്തൊക്കെ സംഭവിച്ചു, എല്ലാം ഓരോ കാര്യങ്ങളും മറിയത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ ഓരോ കാര്യങ്ങളും സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് നടക്കുന്നത് ഇവർ 12 മണി സമയത്താണ് ശിഷ്യന്മാർ ഈ യേശുവിൻ്റെ കുരിശിൻ്റെ വഴി നടക്കുന്നത്. ഈ നടന്ന് ഇവർ ഗോൽഗോഥ വന്നു. അവസാനം ഈ യേശുവിനെ അടക്കിയിരുന്ന ആ കല്ലറ വരെ അവിടെ വരെ വന്നിട്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഈ മറിയം പോയ കാര്യങ്ങൾ, ഈ ശിഷ്യന്മാർ പോയ കാര്യങ്ങൾ മറ്റുള്ള വിശ്വാസികൾ എല്ലാവരും അറിഞ്ഞു. അപ്പം ഇതാണ് നമ്മൾ പാരമ്പര്യമായിട്ട് അറിഞ്ഞതും തുറന്നു വന്നതും ആയ കാര്യങ്ങൾ. അപ്പോൾ ഈ കുരിശിൻ്റെ വഴി സ്നേഹത്തോടും വിശ്വാസത്തോടും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കും.